എന്തെല്ലാം ചങ്ങായിമാരെ എല്ലാവരും സുഖമല്ലേ? ചില മനുഷ്യർ അങ്ങനെയാണ് കേട്ടോ. ആദ്യം നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ആരും തട്ടി മാറ്റിപ്പോണ്ട, ആദ്യം കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയാം. കള്ളന്മാർക്കും സ്ത്രീ പീഡകർക്കും കുടപിടിക്കുന്ന പോലീസ് എന്ന് ഇന്നലെ വരെ സാങ്കല്പികമായി നമ്മൾ പറഞ്ഞിരുന്നതാണെങ്കിൽ, ഒരു ഉപമയായി പറഞ്ഞിരുന്നതാണെങ്കിൽ, ഇന്നു മുതൽ അങ്ങനെയല്ല. സ്ത്രീ പീഡകർക്കും സ്ത്രീ പീഡന കൊട്ടേഷൻ കൊടുക്കുന്നവർക്കും കുടപിടിക്കുന്ന കേരള പോലീസായി ഇന്നു മാറിയത് നമ്മൾ കണ്ടതാണ്. അന്തരിച്ച ചലച്ചിത്ര താരം സലീം കുമാറിന് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ നടൻ ദിലീപിനും രാഹുൽ മാങ്കൂട്ടത്തിനും കുടപിടിച്ചു കൊടുത്തത് കേരള പോലീസാണ്. നിങ്ങൾ കണ്ടില്ലേ വീഡിയോ? ഇവനോട് എന്താണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്? ഈ സഹോദരനോട് ഞാൻ പറയുന്നത്, അവർ തക്കാരം തിന്നാൻ പോയതല്ല, അതല്ലെങ്കിൽ അവർ വേറെ കല്യാണ പാർട്ടിക്കോ മറ്റുള്ള പരിപാടിക്കോ അല്ല സ്റ്റേജ് പരിപാടിക്കോ പോയതല്ല. ദിലീപ് എന്ന് പറഞ്ഞാൽ, ദിലീപിനെയൊക്കെ ദിലീപാക്കിയ ഒരുപാട് കോമഡി സിനിമാ നടന്മാരുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളെ തന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത നടന്മാരാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ദിലീപിൻ്റെ കൂടെ അഭിനയിച്ച ദിലീപിന് അത്രയും തീരാ സങ്കടങ്ങളായിരിക്കും. സ്വന്തം കുടുംബത്തിലുള്ള ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പോയ വേദനയാണ് ഉണ്ടാകുക. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ചങ്ങായി അവിടെ പോലീസുകാരൻ മഴ പെയ്യുന്നതിന് പോലീസുകാരനെ കുട പിടിച്ചപ്പോൾ അവർ ആ മയ്യത്തൊന്ന് കാണാൻ വേണ്ടിക്കിൽ വന്നപ്പോൾ അത്രയും മനസ്സിൽ സങ്കടങ്ങൾ ഒതുക്കി ഉള്ളിൽ വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, കണ്ണിൽ എന്താണ് എന്ന് പോലും അറിയാതെ അവിടെ നിൽക്കുന്നിടത്ത് പോലീസുകാരിങ്ങനെ കുട പിടിച്ചത് ഈ ദിലീപിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോ പോലീസുകാരൻ കുട പിടിച്ചു കൊടുക്കുന്നതല്ല. നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ് അല്ലേ? നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ്? ഇന്നത്തെ ദിവസമെങ്കിലും മനുഷ്യന്മാരെ വെറുതെ വിട്ടൂടെ ചങ്ങായി? പറയണം, എതിർക്കണം, പറയേണ്ടടുത്ത് പറയണം. പക്ഷെ ഇങ്ങനെയൊന്നും ഈ സമയത്തൊന്നും, എത്ര മോശക്കാരനാവട്ടെ, ഇനി എത്ര ഇതാവട്ടെ, കുടുംബത്തിൽ നിന്നൊന്നും നഷ്ടപ്പെടുമ്പോഴാണ് ഞങ്ങൾക്കതിൻ്റെ വേദന മനസ്സിലാകുക കേട്ടോ. അത്രയും സ്നേഹിച്ചവർ ഞങ്ങളെ വിട്ടു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ഈ സഹോദരനോട് പറയാനുള്ള ഒന്ന് വെറുപ്പൊന്നും തോന്നരുത് കേട്ടാ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവന് എന്താണ് ഈ ചങ്ങാനൊക്കെ പറയേണ്ടത്? അതുകൊണ്ട് ഇങ്ങനത്തെ സമയത്തൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യല്ല കേട്ടോ സഹോദര. ഭയങ്കര വിഷമം തോന്നിപ്പോയി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്.